ഈ വീഡിയോയിൽ സീസ് ഫയർ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇന്ന് രാവിലെ തന്നെയാണ്. ഇന്ന് രാവിലെ ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ നടത്തിയ ആക്രമണത്തിൽ ഖുദ്സ് ഫോഴ്സ് കമാൻഡർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, എലിമിനേറ്റഡ്. ജസ്റ്റ് ബിഫോർ ദ സീസ് ഫയർ, ഇറാനിയൻ ബ്രിഗേഡിയർ ജനറൽ ഹജ്ജ് യാസ്താൻ മിർ സഫാരി, IRGCയിലെ ഖുദ്സ് ഫോഴ്സിൽപ്പെട്ട കമാൻഡറാണ്. പുള്ളിയാണ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. IRGCയുടെ മെമ്പേഴ്സ് ഭയങ്കര ആഘോഷമാണ് ഇറാന്റെ ഉള്ളിൽ നടത്തുന്നത്. കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ യുദ്ധം നടത്തി അമേരിക്കയിലുള്ള പല ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഡിസ്മാൻഡിൽ ചെയ്ത കണക്കാണ് ഇവരുടെ ആഘോഷം. 10,000-ലധികം സീനിയർ ലീഡേഴ്സ് IRGCക്കുള്ളിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് 40 ദിവസത്തിന് മുമ്പ് അവരോടൊപ്പം ജീവിച്ചിരുന്ന ആൾക്കാർ ഒന്നും തന്നെ ഇപ്പോൾ അവരോടൊപ്പം ഇല്ല. ആ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കെ തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ തകൃതിയായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ഉള്ളിൽ. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ലെബനാന്റെ ഉള്ളിൽ സിഡോൺ ഏരിയയിൽ മാസീവായിട്ടുള്ള അറ്റാക്ക്, അതേപോലെ ബെയ്റൂത്ത് കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ ടയർ എന്ന് പറഞ്ഞുള്ള ഏരിയയിൽ മാസീവായിട്ടുള്ള ഒരു അറ്റാക്ക്, എയർ സ്ട്രൈക്കാണ് നടത്തിയിരിക്കുന്നത്. ബിന്ദ് ജബീൽ എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ മോട്ടോർ സൈക്കിളിൽ മേളിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഹെസ്ബുള്ള ഭീകരനെതിരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. കൊസേമിയ എന്ന് പറഞ്ഞ ഏരിയയിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാറിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ ഷെഹേബിയ, ബ്ലാത്ത് ടൗൺ സ്ക്വയർ, ഇങ്ങനെയുള്ള ലെബനന്റെ ഉള്ളിലുള്ള മിക്ക സ്ഥലങ്ങളും ടാർഗറ്റ് ചെയ്ത് ഒരു 9 സ്ഥലങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് IAF. സീസ് ഫയർ അംഗീകരിച്ചതിന് ശേഷവും ഇറാന്റെ സൈഡിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഇസ്രായേൽ അതിനൊരു തിരിച്ചടി എന്നുള്ള പേരിൽ ഇറാന്റെ ഉള്ളിൽ ലെവാൻ ഓയിൽ റിഫൈനറി, സിറി ഐലൻഡിലാണ് ഈ റിഫൈനറി സ്ഥിതി ചെയ്യുന്നത്. ആ റിഫൈനറിക്ക് മേളിൽ ഒരു ഫൈനൽ സ്ട്രൈക്ക് എന്നുള്ള നിലയിൽ ഇസ്രായേൽ അവിടെ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇറാന്റെ ഉള്ളിൽ. ഇന്ന് രാവിലെ 10 മണിക്ക് സീസ് ഫയർ ആഘോഷം തെഹ്റാനിൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു അറ്റാക്ക് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ട്രംപ് ആണെന്നുണ്ടെങ്കിൽ എ ബിഗ് ഡേ ഫോർ വേൾഡ് പീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇറാൻ സമാധാനം ആഗ്രഹിക്കുന്നു എന്നും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതേപോലെ അമേരിക്ക സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന്റെ ട്രാഫിക് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ദർ വിൽ ബി എ ലോട്ട് ഓഫ് പോസിറ്റീവ് ആക്ഷൻ എന്നും കൂടി പുള്ളിക്കാരൻ എഴുതി ചേർക്കുന്നുണ്ട്. ഈ പോസിറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് അവിടെ ചുങ്കം പിരിച്ച് ഇറാന് കൊടുത്ത് മാനേജ് ചെയ്യാം, അല്ലാതെ അമേരിക്കയിൽ നിന്നും ഫണ്ടൊന്നും എടുത്ത് ഇറാന് കൊടുക്കാൻ പോകുന്നില്ല. ഏതാണ് യുദ്ധത്തിന്റെ കോമ്പൻസേഷൻ ചോദിച്ചിട്ടുണ്ടല്ലോ ഇറാൻ, അതിന് വേണ്ടിയിട്ട് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ഉപയോഗിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ട്രംപിനുള്ളത്. അത് എഴുത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വെറുതെ കിടന്ന സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഇറാന്റെ മേളിൽ ബോംബിട്ട് ഇതുവരെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരുന്ന കപ്പലുകൾക്ക് ഇപ്പം ടാക്സ് കൊടുത്ത് പോകേണ്ട ഒരു സാഹചര്യം രൂപപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ്. വളരെ മനോഹരമായിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. അടിച്ചെങ്കിൽ അറ്റം അടിച്ച് ഒതുക്കി റെഡിയാക്കി സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആക്കി വെക്കണമായിരുന്നു. ഇതിപ്പം പഴയ സ്റ്റേറ്റസ് കോയേക്കാളും മോശപ്പെട്ട അവസ്ഥയിലാക്കി തീർത്തിരിക്കുകയാണ്. ഇറാന്റെ ഉള്ളിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഇസ്രായേലിനെ എടുത്തുകൊണ്ട് ഉണ്ടായതാണ്. അമേരിക്ക ഹെവി ആയിട്ടുള്ള കുറച്ച് സ്ട്രൈക്കുകളും അതേപോലെ തന്നെ ബോർഡർ ഏരിയയാണ് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയാണ് ഏറ്റവും കൂടുതൽ കവർ ചെയ്തിരുന്നത്. പക്ഷേ ഇസ്രായേൽ ശരിക്കും ഇറാന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഡിസ്ട്രക്ഷൻസ് വരുത്തി വെച്ചിട്ടുണ്ട്. അതിനുള്ള കോമ്പൻസേഷൻ അമേരിക്കയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അത് അത്രമാത്രം ഭീമമായ തുകയായിട്ട് വരും. കാരണം അത്രത്തോളം ഉണ്ട് ഡിസ്മാൻഡ്ലിംഗ്. ബിഗ് മണി വിൽ ബി മെയ്ഡ് ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൽ ബി സ്റ്റാർട്ട് സൂൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ മണി ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്. അതാണ് ഈ ട്വീറ്റിൽ നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നത്. മറ്റുള്ളവർ ഇത് എങ്ങനെ വായിച്ചെടുക്കുമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള മെയിൻ സ്ട്രീം മീഡിയ ഇതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ആ മെസ്സേജ് ഉണ്ട്. ഈ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ട്രംപ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ പറഞ്ഞുകൊണ്ട് ബിഗ് മണി, ഇറാന്റെ കൺസ്ട്രക്ഷൻ, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഈ ഫ്രജൈൽ ട്രൂസ് ഒരു പെർമനന്റ് സീസ് ഫയർ ആയിട്ട് മാറും എന്ന് ഞാൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ബിലീവ് ചെയ്യുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് കുഡ് ബി ദ ഗോൾഡൻ ഏജ് ഓഫ് ദ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ടെമ്പററി സീസ് ഫയറിനെ തുടർന്ന് എണ്ണവില ബാരലിന് $110 ആയിരുന്ന എണ്ണവില $100 താഴെ വന്നിരിക്കുകയാണ്. ഇപ്പം വില ഇപ്പോൾ കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഇപ്പം പാകിസ്ഥാന് ഒരു പ്രതിസന്ധി വേറെ ഒന്നുമില്ല. ഒരു $3.5 ബില്യൺ UAEക്ക് റീപേയ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ ഒരു 2 ആഴ്ച കൊണ്ട് UAE പതിയെ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 3.5 ബില്യൺ അല്ലേ, ഇതിനെയാണ് നിങ്ങൾ ഇത്ര വലിയ പൈസയായിട്ട് ഞങ്ങളുടെ അടുത്ത് തിരിച്ചടവ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തരത്തിൽ അതിനെ സിംപ്ലിഫൈ ചെയ്ത് നെറേറ്റ് ചെയ്യുകയാണ്. വാർത്താ മാധ്യമങ്ങളും ഇതേപോലെയാണ് നെറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ. പക്ഷേ ഇത് UAE ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് UAE വളരെ ശക്തമായി തന്നെ 3.5 ബില്യൺ ഇമീഡിയറ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്.
പാകിസ്ഥാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് UAE അടുത്ത് ഡിപ്ലോമാറ്റിക്കലി സംസാരിക്കേണ്ടതാണ്, നെഗോഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അതിന് പകരം അവർ പബ്ലിക്കായിട്ട് ഇതിനെ വിമർശിക്കുന്ന തരത്തിലാണ് പാകിസ്ഥാൻ ഇപ്പം നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു ക്രൈസിസ് ഉണ്ടാക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. പാകിസ്ഥാൻ ഇപ്പം നിലവിൽ അസീം മുനീറിന്റെ ഇൻഫ്ലുവൻസ് ഇൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അതിനെ വെച്ചുകൊണ്ടാണ് ഈ കളികൾ മൊത്തം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന നിലപാട്, അവരുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അവർ തന്നെ അവരെ വിശേഷിപ്പിക്കുന്നത് അവരുടെ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെയാണ് നറേറ്റ് ചെയ്യപ്പെടുന്നത്. അവർ പറയുന്നത് അവർക്ക് സൗദിയുമായിട്ട് നല്ല ബന്ധമുണ്ട്, തുർക്കിയുമായിട്ട് നല്ല ബന്ധമുണ്ട്, അതുപോലെ തന്നെ അവർ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിൽ വളരെ നിർണായകമായിട്ടുള്ള സ്ഥാനം വഹിച്ചുകൊണ്ട് ഈ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ അഹോരാത്രം പ്രയത്നിച്ച് മീഡിയേഷനിലേക്ക് രണ്ട് രാജ്യങ്ങളെയും പ്രത്യേകിച്ച് തെഹ്റാനെയും വാഷിങ്ടനെയും എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു അവകാശവാദം അവർ ഉന്നയിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, അവർ തന്നെയാണ് ഈ മീഡിയേഷൻ നടത്തിയത്, അവർക്കത് പറയാം, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ അതിൻ്റെ പേരിൽ പാകിസ്ഥാൻ ലെവറേജ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് പണി പാളുന്നത്. പണി കിട്ടും, ഉറപ്പാണ്. ഇങ്ങനെ ലെവറേജ് എടുക്കാനെന്നുണ്ടെങ്കിൽ മീഡിയേഷന് പല രാജ്യങ്ങളുമുണ്ട്. ഇപ്പം ഇറാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനെ എന്തുകൊണ്ടാണ് ഇറാൻ മീഡിയേഷനിൽ ഉൾപ്പെടുത്തിയത്, എന്തുകൊണ്ട് പാകിസ്ഥാനുമായിട്ട് മീഡിയേഷൻ ചെയ്യാൻ സമ്മതിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ രണ്ട് രാജ്യങ്ങളുമായിട്ടാണ് അവരുടെ ട്രേഡ് റൂട്ട് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത്. അതിലൊന്ന് പാകിസ്ഥാൻ, രണ്ടാമത് തുർക്കി. ഈ രണ്ട് രാജ്യങ്ങളും ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇറാന്റെ ട്രേഡ് വളരെയധികം ബുദ്ധിമുട്ടിലാവും. ഇറാനിനെതിരെ പാകിസ്ഥാൻ പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിസ്റ്റിക് ആണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അവസരം വരുമ്പോഴത്തേക്കും അവർ എവിടെ വേണമെങ്കിലും ചാടിക്കളിക്കും. അതുപോലെ തന്നെ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾക്ക് ചൈനയുമായിട്ട് ബന്ധമുണ്ട്, അമേരിക്കയുമായിട്ട് ബന്ധമുണ്ട്. ചൈനയും അമേരിക്കയും വിവിധ ചേരികളിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. ആ രണ്ട് രാജ്യങ്ങളെയും ക്ലീൻ ആയിട്ട് ഞങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഡിപ്ലോമസിക്ക് കിട്ടിയ സക്സസ് ആണ് എന്നുള്ള രീതിയിലൊക്കെ ഈ ഷഹബാസ് ഷെരീഫിന്റെ ഗവൺമെന്റ് സീസ് ഫയർ പ്രഖ്യാപനം നടത്തിയതിനെ തുടർന്ന് തള്ളിമറിക്കുന്നത്. പിന്നെ ഈ വിഷയത്തിൽ ഒരു കാര്യം മാത്രം വളരെ വ്യക്തമാണ്. പാകിസ്ഥാനും ഇറാനും തമ്മിൽ നിരന്തരം ഈ യുദ്ധം നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ഇന്നലത്തെ വാർത്തയിൽ ഞാനിത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇറാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഞങ്ങളുടെ ഡിപ്ലോമാറ്റിക് ചാനൽ ക്ലോസ് ചെയ്യാണ്, ഞങ്ങൾ ഇനി അമേരിക്കയുമായിട്ട് നേരിട്ടോ അല്ലാതെയുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഇറാന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ചർച്ചകൾ തുടർന്നിരുന്നു, ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ വാർത്ത. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന ഇറാനിയൻ അംബാസിഡേഴ്സ് അവരും തുടരെ IRGCയുടെ ഇതേ ലാംഗ്വേജ് ആണ് അവർ ഫോളോ ചെയ്തിരുന്നത്. എന്താണ് പറഞ്ഞിരുന്നത്? അവരൊക്കെ പറഞ്ഞിരുന്നത് പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല, ഞങ്ങൾ അമേരിക്കയുമായിട്ട് ഒരു തരത്തിലുള്ള ചർച്ചകളും നടത്തുന്നില്ല എന്നുള്ളത് ആവർത്തിച്ച് പറയുകയായിരുന്നു. ഇറാനിയൻ അംബാസിഡേഴ്സ്, ഇന്ത്യയിലുള്ള അംബാസിഡർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ സിംബാബ്വെ ആയിക്കോട്ടെ, അതേപോലെ UK ആയിക്കോട്ടെ, ഇങ്ങനെ വിവിധ രാജ്യങ്ങളിലുള്ള ഇറാനിയൻ അംബാസിഡേഴ്സും ഇതേ കള്ളത്തരങ്ങളാണ് അവർ വിളിച്ചു പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം അവരുടെ കള്ളത്തരങ്ങളെല്ലാം വെളിച്ചത്തായിരിക്കുകയാണ്. കാരണം അവർ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടോക്കുകൾ തുടർന്നിരുന്നു. ഒരു പരിധിവരെ അമേരിക്കയുമായിട്ട് ക്ലിയർ ആയിട്ട് ബാക്ക് ചാനൽ നെഗോസിയേഷൻ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇറാൻ ഇരുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി ഇറാന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ കരുതലോടെ വേണം നോക്കിക്കാണാൻ. ഇതേപോലത്തെ കള്ളത്തര സ്റ്റേറ്റ്മെന്റുകൾ പടച്ചുവിടാൻ ഒരു മടിയുമില്ലാത്ത ഒരു ഗ്രൂപ്പാണ് IRGC. അതാണ് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ ഇന്ന് രാവിലെ സൗദി അറേബ്യയിലേക്ക് ഇറാന്റെ മിസൈൽ വന്ന് പതിച്ചിട്ടുണ്ട്, കുവൈറ്റിലേക്ക് ഇറാന്റെ മിസൈലുകൾ വന്ന് പതിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ന് രാവിലെ 8-ാം തീയതി രാവിലെ നടന്ന സംഗതികളാണ് ഇതൊക്കെ. ഈ സീസ് ഫയർ പ്രപ്പോസൽ വെർബലി അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് സൗദിയിലെ ഓയിൽ റിഫൈനറി ആയിക്കോട്ടെ, അതേപോലെ കുവൈറ്റിലുള്ള എനർജി ഗ്രിഡുകൾ, ഡീസലിനേഷൻ വാട്ടർ പ്ലാന്റ്, ഇവിടെയൊക്കെ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. പീറ്റർ ഹെഗ്സെത്ത് വളരെ നിർണായകമായിട്ടുള്ള 2-3 പോയിന്റുകൾ പറയുന്നുണ്ട്. പീറ്റർ ഹെഗ്സെത്ത് പറയുന്നത് വാർ ഡിപ്പാർട്ട്മെന്റ് എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു അവകാശവാദം പീറ്റർ ഹെഗ്സെത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഇറാനിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടി പീറ്റർ ഹെഗ്സെത്ത് പറയുന്നുണ്ട്. കാരണം ഈ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറാൻ എന്തെല്ലാം തരത്തിൽ അമേരിക്കയുടെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു എന്നുള്ളത് ഇനി ഓരോന്നായിട്ട് പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് എൻറിച്ച്മെന്റ് ചെയ്ത യുറേനിയം ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഇറാനിൽ നിന്നും നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ സമ്മതം പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് മീൻസ് ഇറാൻ പൂർണ്ണമായിട്ടും ഒരു പപ്പറ്റ് ഗവൺമെന്റ് ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിലേക്കുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതായത് ഒരു വെനിസുല മോഡൽ ഭരണകൂടം അവിടെ വരാൻ പോകുന്നു ഇറാനിൽ. അതാണ് വസ്തുത. പിന്നെ ഇവിടെ ആഘോഷിക്കുന്നവർക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാം. ഇനി അതല്ല, ഞങ്ങൾ വീണ്ടും ആണവായുധം നിർമ്മിക്കുമെന്നുള്ള വീമ്പിളക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും യുദ്ധം തുടങ്ങും. അമേരിക്കയ്ക്ക് തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി ഇനിയുമുണ്ട്, ഇസ്രായേലിന് അതിലേറെ ഉണ്ട്. അപ്പോൾ ആക്രമണങ്ങൾ തുടരും വീണ്ടും.
അതാണ് ഇതിനകത്ത് നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പീറ്റർ ഹെഗ്സത്ത് പറഞ്ഞിരിക്കുന്നത് ഇറാനിൽ ലീഡർഷിപ്പ് ഇല്ല, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് അവർക്ക് കീഴടങ്ങിയേ മതിയാവൂ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പീറ്റർ ഹെഗ്സത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനെ എതിർത്തുകൊണ്ട് കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ഇറാന്റെ സൈഡിൽ നിന്നും വരുന്നോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം ഈ പീറ്റർ ഹെഗ്സത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ വളരെ വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇറാന്റെ സമ്പൂർണ്ണ കീഴടങ്ങൽ. അത് തന്നെയാണ് ഈ ഒരു സീസ് ഫയർ. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.